ഒരു രൂപ പോലും കയ്യിലില്ലാത്ത ഒരാൾക്ക് ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള സമ്മാനം നൽകാൻ കഴിയുമെന്നാണ് ഒ ഹെൻറി തന്റെ ഈ വിശ്വപ്രസിദ്ധമായ കഥയിലൂടെ പറയുന്നത്. ക്രിസ്മസ് തലേന്ന് നടന്ന ഹൃദയസ്പർശിയായ ഒരു കഥ, ജിമ്മിന്റെയും ഡെല്ലയുടെയും കഥ. നാളെ ക്രിസ്മസ് ആണ്. എല്ലാവരും സമ്മാനങ്ങൾ കൈമാറുന്ന ദിവസം. പക്ഷേ ഡെല്ലിയുടെ കയ്യിൽ ആകെയുള്ളത് വെറും $1.87 മാത്രമാണ്. തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ജിമ്മിന് ഒരു നല്ല സമ്മാനം വാങ്ങാൻ അതൊന്നിനും തികയില്ല. അവൾക്ക് കണ്ണാടിക്ക് മുന്നിൽ നിന്ന് തന്റെ നീളമുള്ള പട്ടുപോലെയുള്ള മുടിയിഴകൾ നോക്കി. അവളുടെ ഏക സമ്പാദ്യം ആ മുടിയായിരുന്നു. പെട്ടെന്ന് അവൾ ഒരു തീരുമാനമെടുത്തു. അവൾ നേരെ പോയത് ഒരു മുടി വിൽക്കുന്ന കടയിലേക്കാണ്. തന്റെ പ്രിയപ്പെട്ട മുടി അവൾ അവിടെ വിറ്റു. പകരം കിട്ടിയ $20 കൊണ്ട് അവൾ ജിമ്മിന്റെ കയ്യിലുള്ള സ്വർണ വാച്ചിന് ചേരുന്ന ഒരു മനോഹരമായ പ്ലാറ്റിനം ചെയിൻ വാങ്ങി. ഇത് കാണുമ്പോൾ ജിമ്മിന് എത്ര സന്തോഷമാകും എന്നവൾ കരുതി. അവൾ വീട്ടിലേക്ക് ഓടി. വൈകുന്നേരം ജിം ജോലി കഴിഞ്ഞ് വീട്ടിലെത്തി. മുടിമുറിച്ച ഡെല്ലയെ കണ്ടതും അവൻ സ്തബ്ധനായിപ്പോയി. ഭയം കൊണ്ടോ ദേഷ്യം കൊണ്ടോ ആയിരുന്നില്ല അത്, മറിച്ച് സങ്കടം കൊണ്ടായിരുന്നു. അവൻ തന്റെ കോട്ടിന്റെ പോക്കറ്റിൽ നിന്ന് ഒരു ചെറിയ പാക്കറ്റ് എടുത്ത് ഡെല്ലയ്ക്ക് നൽകി. അവൾ അത് തുറന്നു നോക്കിയപ്പോൾ കരഞ്ഞുപോയി. അവൾ എന്നും കൊതിച്ചിരുന്ന മുടിയിൽ അണിയാൻ പറ്റിയ മനോഹരമായ ചീപ്പുകളായിരുന്നു അതിൽ. ഡെല്ല സങ്കടത്തോടെ പറഞ്ഞു, ജിം, എന്റെ മുടി ഉടനെ വളരും. പക്ഷെ നിനക്ക് ഞാൻ കൊണ്ടുവന്ന സമ്മാനം നോക്കൂ. അവൾ ആ പ്ലാറ്റിനം ചെയിൻ അവന് നൽകി. പക്ഷെ അത് കണ്ടപ്പോൾ ജിം ഒരു പുഞ്ചിരിയോടെ സോഫയിലേക്ക് ഇരുന്നു. എന്നിട്ട് പറഞ്ഞു, ഡെല്ല, നമുക്ക് നമ്മുടെ സമ്മാനങ്ങൾ കുറച്ചു കാലത്തേക്ക് മാറ്റിവെക്കാം. നിനക്ക് ആ ചീപ്പുകൾ വാങ്ങാൻ വേണ്ടി ഞാൻ എന്റെ വാച്ച് വിറ്റു. സമ്മാനങ്ങളുടെ വിലയല്ല, അത് നൽകുന്നവരുടെ മനസ്സിലെ സ്നേഹമാണ് വലുതെന്ന് ആ നിമിഷം അവർ തിരിച്ചറിഞ്ഞു. ബൈബിളിലെ 3 ജ്ഞാനികൾ യേശുവിന് നൽകിയ സമ്മാനങ്ങളെക്കാൾ മൂല്യമുള്ളതായിരുന്നു ഇവരുടെ ഈ സ്നേഹത്യാഗങ്ങൾ. നമ്മളും ചിന്തിക്കേണ്ടത് ഇങ്ങനെയല്ലേ? വില കൂടിയ വസ്തുക്കളെക്കാൾ പ്രിയപ്പെട്ടവർക്കായി നമ്മൾ നൽകുന്ന സമയവും ത്യാഗവുമല്ലേ യഥാർത്ഥ സമ്മാനം.